നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ 1-2 ആഴ്ച മാത്രം മുന്നിൽ നിൽക്കെ CPM എന്ന പാർട്ടിയിൽ നിന്നും CPMന്റെ ഇന്നത്തെ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന തലമുതിർന്ന നേതാക്കളിൽ പ്രമുഖനായ ആലപ്പുഴയുടെ ഗർജിക്കുന്ന സിംഹം എന്ന് പറയുന്ന 2 തവണ മന്ത്രിയായ 4 തവണ MLA ആയ ആലപ്പുഴയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായ ജി സുധാകരൻ CPM വിടും എന്നുള്ള ഒരു FB കുറിപ്പ് 2 ദിവസം മുൻപ് അദ്ദേഹം പുറത്തുവിടുകയുണ്ടായി. ഇതേ തുടർന്ന് പാർട്ടിയിലെ സമുന്നതരായ പല നേതാക്കളും സുധാകരന്റെ വീട്ടിലെത്തി അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുകയുണ്ടായി. എന്നാൽ CPM മെമ്പർഷിപ്പ് സ്ക്രൂട്ടൈനിങ്ങിൽ നിന്നും ജി സുധാകരൻ മാറി നിൽക്കുകയായിരുന്നു. താൻ ഇനി CPMന്റെ മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല, 63 വർഷമായി പാർട്ടിയുമായുള്ള തന്റെ ബന്ധം വിച്ഛേദിക്കുന്നു, താൻ CPMന് പുറത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ജി സുധാകരൻ കേരളക്കരയെ പ്രത്യേകിച്ച് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളെ ഞെട്ടിക്കുന്ന തരത്തിൽ ഒരു FB കുറിപ്പ് പുറത്തിട്ടത്. ഈ കുറിപ്പ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളിലും കമ്മ്യൂണിസ്റ്റ് അനുഭാവികളിലും ചില്ലറയൊന്നുമല്ല അങ്കലാപ്പുണ്ടാക്കിയത്. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ, ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും തിരിച്ചറിയുന്ന കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾ സുധാകരനെ പോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പടുത്തുയർത്തുന്നതിന് വേണ്ടി ചോരയും നീരും കൊടുത്ത് സഖാക്കളെ പാർട്ടിക്ക് വീണ്ടും ആവശ്യമുണ്ട്, അവരുടെ സേവനം പാർട്ടിക്ക് ആവശ്യമായ സമയമാണിത്. കേരളത്തിൽ കമ്മ്യൂണിസം നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ ദുഷിച്ച ഭരണ വ്യവസ്ഥിതിയെ തിരുത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും സുധാകരനെ പോലുള്ള ആളുകൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾ സുധാകരന് അനുകൂലമായി തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം നിരവധി പോസ്റ്റുകളാണ് പങ്കുവച്ചിരുന്നത്. സുധാകരനെ ഏത് വിധേനയും CPMലെ അപ്പോസ്തലന്മാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്നത്തെ ഭരണാധികാരികൾ തീർച്ചയായും അതിന് മുൻകൈയെടുത്ത് സുധാകരനെ പാർട്ടിയിലേക്ക് കൊണ്ടുവരണം എന്ന തരത്തിലുള്ള കമന്റുകൾ തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെമ്പാടും പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രത്യേക നിർദ്ദേശമനുസരിച്ച് CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ CS സുജാത അടക്കമുള്ള ആളുകൾ സുധാകരന്റെ ആലപ്പുഴയിലെ വീട്ടിലെത്തി സുധാകരനെ അനുനയിപ്പിക്കുന്നതിനും പാർട്ടിയിലേക്ക് തിരിച്ചു വരുന്നതിനും വേണ്ടി ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. എന്നാൽ അവർക്കെല്ലാം സുധാകരൻ മുഖം തിരിഞ്ഞു നിൽക്കുകയായിരുന്നു. തന്റെ തീരുമാനത്തിൽ നിന്നും താൻ പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് സുധാകരൻ നിലയുറപ്പിച്ചത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി സംബന്ധിച്ച് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ നടത്തിയ ചില പരാമർശങ്ങളാണ് സുധാകരനെ ഏറെ ചൊടിപ്പിച്ചത്. മാധ്യമങ്ങളെ കണ്ടപ്പോൾ മാധ്യമങ്ങൾ MV ഗോവിന്ദനോട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആലപ്പുഴയിൽ ജി സുധാകരന് വീണ്ടും പരിഗണിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഒരു പരിഗണനയും നൽകില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വതസിദ്ധമായ ശൈലിയിൽ പരിഹസിച്ച് ചിരിക്കുന്ന MV ഗോവിന്ദന്റെ ആ ചിരിയും പ്രസ്താവനയും തന്നെ ഏറെ വേദനിപ്പിച്ചു, പ്രകോപിപ്പിച്ചു. അതുകൊണ്ട് ഇനി ഒരു കാരണവശാലും ഇത്തരം കൊടിയ അപമാനങ്ങൾ സഹിച്ച് CPMൽ താൻ നിലനിൽക്കുന്നില്ല എന്ന് തന്നെയാണ് തന്റെ FB കുറിപ്പിൽ MV ഗോവിന്ദനെതിരെയും CPMന്റെ ഇപ്പോഴത്തെ തലതിരിഞ്ഞ നയവൈകല്യത്തിനെതിരെയും പ്രതികരിച്ചുകൊണ്ട് സുധാകരൻ FB കുറിപ്പിട്ടത്. എന്നാൽ പിന്നീട് MV ഗോവിന്ദൻ തന്നെ സുധാകരനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയുണ്ടായി. താൻ പരിഹസിച്ചിട്ടില്ല, മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യം കേട്ടപ്പോൾ താൻ ചിരിക്കുക മാത്രമാണ് ചെയ്തത്, അത് സുധാകരനെ പരിഹസിച്ചുകൊണ്ട് ചിരിച്ചതല്ല എന്നൊക്കെ വിശദീകരണം നൽകുവാൻ MV ഗോവിന്ദൻ ശ്രമിച്ചെങ്കിലും ഒരു കാരണവശാലും സുധാകരൻ അതിനൊന്നും വഴങ്ങുന്ന മട്ടിലല്ലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പിന്നീട് ഇന്ന് ആലപ്പുഴയിൽ എത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ, ആലപ്പുഴയിൽ ഇന്ന് പിണറായി വിജയൻ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇന്നലെ കോഴിക്കോട് തുരങ്കപാതയുടെ നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം കോഴിക്കോട് മർക്കസിൽ ജിഫ്രി തങ്ങളെയും കാന്തപുരം തങ്ങളെയും പ്രത്യേകം കാണുകയുണ്ടായി. മർക്കസ് സുന്നിയുടെ ആഭിമുഖ്യത്തിലുള്ള കോളേജിന്, യുനാനി കോളേജിന് അഫിലിയേഷൻ നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ നിർവഹിച്ചതിന് ശേഷം, അല്ലെങ്കിൽ അത്തരം ചില അറിയിപ്പുകൾ കൊടുത്തതിന് ശേഷം അവർ സന്ദർശിച്ച് ജിഫ്രി തങ്ങൾക്ക് ഒരു ഉപഹാരം കൂടി നൽകി. അവർ മതേതരത്തിന്റെ യഥാർത്ഥ നിലപാടുകാരാണ് എന്നൊക്കെ ഘോരം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രസംഗിച്ചുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും ഇറാനിൽ നടത്തുന്ന യുദ്ധത്തിനെതിരെ പ്രതികരിച്ചുകൊണ്ട് മുസ്ലിം വിഭാഗത്തിന്റെ വോട്ടുകൾ കൃത്യമായി തന്നെ തന്റെ പെട്ടിയിൽ വീഴും എന്ന് ഉറപ്പാക്കിക്കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഇന്ന് എറണാകുളത്ത് നിന്നും ഹെലികോപ്റ്ററിൽ ആലപ്പുഴയിലേക്ക് പറന്നിറങ്ങിയത്. ആലപ്പുഴയിൽ പുന്നപ്രയിലുള്ള കാർമൽ പോളിടെക്നിക്കിന്റെ ഗ്രൗണ്ടിൽ വന്നിറങ്ങിയ പിണറായി വിജയൻ അവിടെ നിന്നും സുധാകരന്റെ വീട്ടിലേക്ക് കേവലം 100 മീറ്റർ മാത്രമേ ദൂരമുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ സുധാകരനെ കാണുവാനോ സുധാകരനെ കണ്ട് ഇപ്പോഴത്തെ പ്രശ്നം ചർച്ച ചെയ്യുവാനോ അനുനയിപ്പിച്ച് പാർട്ടിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനോ പിണറായി വിജയൻ സന്മസ് കാണിച്ചില്ല.
സന്മനസ് കാണിച്ചില്ല എന്ന് തന്നെയല്ല, അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സുധാകരനെതിരെ നടത്തിയ കടുത്ത അവഹേളനം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കിയത്. ഏതെങ്കിലും മത നേതാക്കളായിരുന്നു പിണറായി വിജയനെതിരെ, CPM-നെതിരെ ഈ സന്നിഗ്ധ ഘട്ടത്തിൽ, അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നുവെങ്കിൽ മർക്കസിൽ പോയി കാന്തപുരം മൗലവിയെയും ജിഫ്രി തങ്ങളെയുമെല്ലാം പ്രത്യേകം കണ്ട് പിണറായി വിജയൻ സംസാരിച്ചതുപോലെ തീർച്ചയായും ഏതെങ്കിലും മത നേതാക്കളായിരുന്നു സുധാകരനെ പോലെയുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളായിരുന്നെങ്കിൽ തീർച്ചയായും പിണറായി വിജയൻ ഇന്ന് അവിടെ ഇറങ്ങി കാര്യങ്ങൾ സംസാരിച്ച് ധാരണയിലെത്തിയതിനു ശേഷം മാത്രമേ പെരുമ്പളം ദ്വീപിലേക്ക് പാലം ഉദ്ഘാടനം ചെയ്യുവാൻ പോകുകയുള്ളായിരുന്നു എന്നാണ് ജനങ്ങൾ ഇപ്പോൾ പറയുന്നത്. എന്നാൽ സുധാകരനെ കാണാതെ ആലപ്പുഴയിലെ ഒരു പരിപാടിക്ക് ശേഷം നേരെ റോഡ് മാർഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ പെരുമ്പളത്തേക്ക് പാലം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പോവുകയായിരുന്നു. അദ്ദേഹം പെരുമ്പളം പാലം ഉദ്ഘാടനം ചെയ്ത് അവിടെ നിന്നും അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് മടങ്ങും, തിരിച്ച് ആലപ്പുഴയിലേക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനിടയിൽ ഏതെങ്കിലും പാർട്ടി ഓഫീസിൽ വെച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗസ്റ്റ് ഹൗസുകളിൽ വെച്ചോ മുഖ്യമന്ത്രി പിണറായി വിജയൻ സുധാകരനെ കാണുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും അറിയിച്ചിട്ടില്ല. എന്തായാലും ഇത്രയും സമയം കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അതിനുള്ള സാധ്യത തള്ളിക്കളയുകയാണ് പാർട്ടി വൃത്തങ്ങൾ ചെയ്യുന്നത്. സുധാകരൻ പോകുന്നെങ്കിൽ പോകട്ടെ, പാർട്ടിക്കൊന്നും സംഭവിക്കില്ല, ഞങ്ങൾക്ക് ഒരു പുല്ലുമില്ല എന്നുള്ള മട്ടിലാണ് മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. അതെന്ത് തന്നെയായാലും പെരുമ്പളം പാലം ഉദ്ഘാടനം ചെയ്യുമ്പോൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ ജി സുധാകരനെ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആലപ്പുഴയിൽ തന്നെ ഇതിനു മുമ്പ് നടന്ന പല പാലം ഉദ്ഘാടനം ചടങ്ങിലും റോഡ് ഉദ്ഘാടനം ചടങ്ങിലും എല്ലാം സുധാകരനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല. സുധാകരൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായപ്പോൾ തുടങ്ങിവെച്ച പല നിർമ്മാണത്തിന്റെയും ഉദ്ഘാടന കർമ്മങ്ങൾ അവ പൂർത്തീകരിക്കുന്ന വേളയിൽ സുധാകരനെ ഇവർ ഒഴിവാക്കി നിർത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ സുധാകരൻ പാർട്ടി വിട്ട് പുറത്തേക്ക് പോകുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നപ്പോഴാണ് പെരുമ്പളം പാലം ഉദ്ഘാടനം ചെയ്യുന്ന ഫ്ലക്സിൽ സുധാകരന്റെ തലയെ ഉൾപ്പെടെ അടിച്ചു വെച്ചുകൊണ്ട് സുധാകരനെ അങ്ങോട്ടേക്ക് ക്ഷണിച്ചത്. എന്നാൽ തനിക്ക് കാലിന് സുഖമില്ലാത്തതിനാൽ, ശാരീരികമായി സുഖമില്ലാത്തതിനാൽ താൻ അങ്ങോട്ടേക്കില്ല എന്ന് സുധാകരൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ അറിയിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനിടയിൽ പെരുമ്പളം പാലത്തിന്റെ ഉദ്ഘാടനത്തിൽ സുധാകരന് നേരിട്ട് എത്തിച്ചേരാൻ പറ്റാത്തതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ FB ലൈവായി പെരുമ്പളം പാലത്തെക്കുറിച്ചുള്ള ലൈവ് റിപ്പോർട്ടുകൾ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ഏറെ വിവാദമായിരിക്കുന്നു. സുധാകരന്റെ ഫേസ്ബുക്കിൽ കടന്നു കയറി അതിന്റെ പാസ്വേഡ് കരസ്ഥമാക്കി ജില്ലയുടെ ഏതോ ഒരു അഡ്മിനാണ് സുധാകരൻ അറിയാതെ സുധാകരന്റെ ഫേസ്ബുക്കിലേക്ക് പെരുമ്പളം പാലത്തിന്റെ ലൈവ് പോസ്റ്റ് ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനെതിരെ കൃത്യമായ നിയമ നടപടികളുമായി സുധാകരന്റെ കുടുംബം മുന്നോട്ട് പോകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. സുധാകരൻ ഇതിൽ പങ്കില്ല, സുധാകരൻ അറിയാതെ സുധാകരന്റെ FB പോസ്റ്റ് കയ്യേറി അതിൽ സുധാകരന്റെ അനുമതിയില്ലാതെ പെരുമ്പളം പാലത്തിന്റെ ലൈവ് ഇട്ടു എന്ന് പറയുമ്പോൾ സുധാകരൻ പൂർണ്ണമായും പാർട്ടിയെ കൈവിട്ടിരിക്കുന്നു. പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും താൻ അറിയാതെ തന്റെ FB കുറിപ്പിൽ ഇടാൻ പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് സുധാകരൻ പറയുമ്പോൾ, സുധാകരന്റെ കുടുംബം വ്യക്തമാക്കുമ്പോൾ ഒരു കാര്യം തീരുമാനമായിരിക്കുന്നു: സുധാകരൻ പാർട്ടിയെ കട്ട് ചെയ്തിരിക്കുന്നു. CPM എന്ന പാർട്ടിയുമായുള്ള 63 വർഷത്തെ ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് സുധാകരൻ പാർട്ടിക്ക് പുറത്തേക്ക് പോകുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. സുധാകരന്റെ FB പോസ്റ്റിൽ കയ്യേറി ആ പോസ്റ്റിൽ മറ്റൊരു പോസ്റ്റ് ഇട്ടതിനെതിരെ കൃത്യമായ അതിന്റെ ആളുകൾക്കെതിരെ നിയമ നടപടി കൈക്കൊള്ളും എന്ന് തന്നെയാണ് കുടുംബം ഇപ്പോൾ പറയുന്നത്. എന്ത് തന്നെയായാലും പിണറായി വിജയൻ സുധാകരനെ കാണുവാൻ വേണ്ടി വന്നില്ല, അനുനയിപ്പിക്കുവാൻ വേണ്ടി വന്നില്ല. സുധാകരനെ പോലുള്ള ഒരു മുതിർന്ന നേതാവ്, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന് കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളിൽ ആരെയെങ്കിലും വിശേഷിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിൽ ആദ്യത്തെ പേരുകാരൻ സുധാകരൻ തന്നെയായിരിക്കും. 2 തവണ മന്ത്രിയായിരുന്നിട്ടും ഒരു അഴിമതി ആരോപണം പോലും സുധാകരന്റെ പേരിൽ കൊണ്ടുവരുവാൻ ആർക്കും സാധിച്ചിട്ടില്ല. പ്രതിപക്ഷ നിരയിലുള്ള ആളുകൾ പോലും സുധാകരനെ അക്കാര്യത്തിൽ ആദരിക്കുന്ന ആളുകളാണ്, ബഹുമാനിക്കുന്ന ആളുകൾ തന്നെയാണ്. അഴിമതിയുടെ കറ പുരളാത്ത ആദർശത്തിന്റെ ആൾരൂപമായ CPM-ലെ ചുരുക്കം ചില നേതാക്കളിൽ ഒരാൾ തന്നെയാണ് ജി സുധാകരൻ എന്ന് പറയുമ്പോൾ, മുഖ്യമന്ത്രി പിണറായി വിജയൻ സുധാകരൻ പാർട്ടി വിട്ടു പോകുന്നു എന്നറിയുമ്പോൾ ആലപ്പുഴയിൽ സുധാകരന്റെ വീടിന്റെ 100 മീറ്റർ മാത്രം അകലെ വന്ന് മുഖ്യമന്ത്രി സുധാകരനെ കണ്ടില്ല എന്ന് പറയുമ്പോൾ, സുധാകരൻ വേണമെങ്കിൽ പാർട്ടിയിൽ നിന്ന് പോണെങ്കിൽ പോകട്ടെ, എനിക്കൊരു പുല്ലുമില്ല എന്നുള്ള മട്ടിൽ തന്നെയുള്ള ഒരു സന്ദേശം കൊടുത്തുകൊണ്ടാണ് മുഖ്യമന്ത്രി സുധാകരനെ കാണാതെ പോയത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിക്കുമ്പോൾ ഇനി എന്താണ് ഈ കാര്യത്തിൽ സംഭവിക്കുക എന്നുള്ളത് കണ്ടറിയണം. സുധാകരൻ പാർട്ടി വിട്ട് പുറത്തേക്ക് തന്നെയാണ് എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. എന്നാൽ അമ്പലപ്പുഴയിൽ ഇപ്പോഴും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ കോൺഗ്രസ് അവിടെ ഒഴിച്ചിട്ടിരിക്കുന്നു. സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണെങ്കിൽ കോൺഗ്രസ് സുധാകരന് പിന്തുണ നൽകും എന്നാണ് അറിയുന്നത്. എന്തായാലും 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുധാകരൻ പാർട്ടി വിട്ട് പുറത്തു പോവുകയാണെങ്കിൽ സുധാകരനെ അനുകൂലിക്കുന്ന നിരവധി ആളുകൾ കേരളത്തിന്
അങ്ങോളം ഇങ്ങോളമുള്ള ആളുകൾ CPM-നെതിരായി വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോൾ CPM മനസ്സിലാക്കുന്നത്. അത് CPM-ന്റെ തുടർഭരണം എന്ന 3.0 എന്ന സ്വപ്നത്തിന് തിരിച്ചടിയാകും. പിണറായി വിജയൻ വെട്ടിലാകും, CPM വെട്ടിലാകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിക്കുന്നത്. എന്താണ് ഇനിയും ഇക്കാര്യത്തിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.